നമസ്കാരം. ഞാൻ ബിജീഷ് ഷോളു. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഷോളു മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും നമുക്ക് എങ്ങനെയാണ് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് നമുക്കൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഏത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉപയോഗിച്ചാണ് നമുക്ക് വരും ദിവസങ്ങളായാലും മാനേജ് ചെയ്ത ഹൈ ആക്യുറസിയിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ശ്രദ്ധിക്കുക. 22,040 ഇതാണ് നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, റൈറ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ട് ആയാലാണ് നമുക്ക് എൻട്രി, അത്രയും പെർഫെക്റ്റ് എൻട്രി നമുക്ക് കിട്ടണമെങ്കിൽ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിരിക്കണം. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റോങ് എൻട്രികൾ വരും. നമ്മൾ പറഞ്ഞത് 22,40 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക, അടുത്ത റെസിസ്റ്റൻസ് വരെ മുകളിലേക്ക് ഒരു സാധ്യത നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ നിഫ്റ്റിയിലെ ഒരു ഓപ്പണിംഗ് 22,040 താഴെ ഒരു ഓപ്പണിംഗ് ആയിരുന്നു. ചെറിയ ടൈംസിലെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ക്വിക്ക് ആയിട്ടുള്ള ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ള അവസരമാണ്. 21,950 ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്ക് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. എക്സാക്ട് ആയിട്ട് ഈ ഒരു സപ്പോർട്ട് ലെവൽ വരെയാണ് മാർക്കറ്റ് നിന്നിരുന്നത്. അതിനുശേഷം ഒരു ഹൈലി ഒരു വോളറ്റൈൽ മൂവ്മെന്റ് ആണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടിരുന്നത്. 21,950 ഹോൾഡ് ചെയ്തുകൊണ്ട് നിലനിൽക്കുന്ന ഒരു വോളറ്റാലിറ്റി മാർക്കറ്റ്. നമ്മൾ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞത് 22,040 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ, ഇവിടെ നോക്കുക 22,040 മുകളിലേക്ക് എപ്പോഴാണ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് നോക്കുക. ഇതാണ് 22,040 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. ഈ ഒരു ലെവലിൽ നിന്നാണ് നമുക്കൊരു ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ആയാലും നിഫ്റ്റിയിലായാലും നല്ലൊരു ബൈർ ഓപ്പർച്യൂണിറ്റി, ഓപ്ഷൻസിലായാലും നല്ലൊരു മൊമെന്റ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് റൈറ്റ് ബൈർ ഓപ്പർച്യൂണിറ്റി. അപ്പൊ എപ്പോഴും റൈറ്റ് ബൈർ ഓപ്പർച്യൂണിറ്റി വന്നത് റൈറ്റ് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് വന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും ഇങ്ങനത്തെ ഒരു എൻട്രി എടുക്കുമ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസിൽ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത്രയാണ് നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് ആവശ്യമുള്ളൂ. ഇതിന്റെ ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ തന്നെ എക്സിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ടത്. നിഫ്റ്റി ആയാലും ഹയർ ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ അത് സൂചിപ്പിച്ചിരുന്നു. 22,100, 22,185 ഹയർ ലെവലിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ 22,100 അടുത്ത് പോയിട്ടാണ് നിഫ്റ്റിയിൽ അവസാനത്തെ ഒരു സെക്ഷനിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നിഫ്റ്റിയിൽ വന്നിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലേക്കായാലും വരും ദിവസങ്ങളിലായാലും ഹയർ ലെവലിൽ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് 22,100, 185. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരിക്കുന്നത് 21,860, 800. ഇതും ലോവർ ലെവലിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. ഇപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റി ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. ഈ ഒരു ട്രെൻഡിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്, നമുക്കൊരു ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു വളറ്റാലിറ്റിയിൽ തുടക്കത്തിൽ ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, അതിനുശേഷം ബൈർ ഓപ്പർച്യൂണിറ്റി, വീണ്ടും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ബൈർ ഓപ്പർച്യൂണിറ്റി, വീണ്ടും അതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി. അപ്പൊ എപ്പോഴും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റികളൊക്കെ മാർക്കറ്റിൽ കിട്ടണമെങ്കിൽ നമുക്ക് റൈറ്റ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താൽ, കാരണം വളറ്റാലിറ്റിയിൽ എപ്പോഴും ആ ഇൻട്രാഡ മൈൻഡ് സെറ്റിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ട്രേഡുകൾ നമുക്കത് കിട്ടുന്നത്. അപ്പൊ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 46,710 റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. അതുപോലെ തന്നെ ഓപ്പണിംഗിൽ തന്നെ നമുക്ക് ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ ഈ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ, ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ, അതായത് നമ്മൾ തൊട്ടടുത്തൊരു സപ്പോർട്ട് നൽകുന്നുണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടുകളാണ് എപ്പോഴും നൽകുന്നത്. അതിനുശേഷം ഈ ഒരു സപ്പോർട്ടിന് ഒരു ബൗൺസ് ചെയ്തപ്പോൾ ഇവിടുന്ന് ഒരു നല്ലൊരു ബൈർ ഓപ്പർച്യൂണിറ്റി, എക്സാക്ട് ആയിട്ട് റെസിസ്റ്റൻസ് വരെ റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ റെസിസ്റ്റൻസ് ഏരിയയിലാണ് ബാങ്ക് നിഫ്റ്റി സ്പെൻഡ് ചെയ്യുന്നത്. നിഫ്റ്റിയും സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഹയർ ലെവലിൽ 22,100, 185 എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതനുസരിച്ച് വേണം നിഫ്റ്റിനെ അത് മാനേജ് ചെയ്യാനായിട്ട്. വരും ദിവസങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ ഏതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 22,100 റെസിസ്റ്റൻസ് ആണ്. പക്ഷെ ഞാൻ ഇവിടെ 22,095 ഇട്ടിരിക്കുന്നത്. ഈ 22,095 ഇട്ടിരിക്കുന്നത് നമുക്ക് ഇൻ കേസ് 22,100 മുകളിൽ നിലനിൽക്കുമ്പോൾ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി, ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ലെവലാണ് 22,100 എന്ന് പറയുന്നത്. അപ്പോൾ 22,095 ജസ്റ്റ് ഒരു 5 പോയിന്റ് ബിലോ, അതിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്
ഇവിടെ മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ കേസ് ഇതിന്റെ 22,095 അല്ലെങ്കിൽ 22,100 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബൈ ആണ്. പക്ഷെ സ്റ്റോപ്പ് ലൂസ് 22,095 ആണ്. അതായത് 22,095 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ വീക്ക്നെസ് ആണ്, പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അപ്പൊ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് റെസിസ്റ്റൻസിന്റെ താഴെയാണ്, 22,095 താഴെയാണെങ്കിൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ഉള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ലോവർ ലെവൽ സപ്പോർട്ട് കാണുന്നത് 22,035 ആണ്. ഇവിടെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു റേഞ്ചിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ആയാലും ഓപ്പൺ ചെയ്യുന്നത് 22,035 ഒരു താഴെയാണ്. ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഇതിന്റെ തൊട്ട് താഴെയാണെങ്കിൽ ചെറിയ ടൈമിലുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ആണ് വർക്ക് ചെയ്യുക. 21,930 ക്യുക്കായിട്ട് എത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിനുശേഷമായാലും നിഫ്റ്റിയുടെ സപ്പോർട്ട് കാണുന്നത് 21,875 ആണ് സപ്പോർട്ട് കാണുന്നത്. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടുന്ന് ഒരു ബൈ ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ സാധ്യത. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിയുടെ താഴെ ജസ്റ്റ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ്. അപ്പൊ നിഫ്റ്റിയിലും 21,875 അതുപോലെ തന്നെ 21,830 ഇതൊക്കെ ലോവർ ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു ലെവലിൽ നമ്മൾ മാനേജ് ചെയ്യേണ്ടത് 21,875 താഴെ വന്നാൽ ഇതിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ബൈ. അതുപോലെ തന്നെയാണ് 21,820. അപ്പോൾ നിഫ്റ്റി ആയാലും ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. ലോവർ ലെവലിലെ സപ്പോർട്ട് വോളറ്റൈലും സപ്പോർട്ടാണ്, ഹയർ ലെവലിലായാലും റെസിസ്റ്റൻസ് വോളറ്റാലിറ്റിക്കാണ് സാധ്യത. അപ്പോൾ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഈ പറഞ്ഞിരിക്കുന്ന റേഞ്ചിലല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. റൈറ്റ് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ബൈക്കായിട്ട് വെയിറ്റ് ചെയ്യുക. 22,035 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 21,930 സപ്പോർട്ട് വരുന്നത്. അപ്പൊ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തെത്തിയതിനു ശേഷം വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. 22,095 മുകളിൽ അടുത്ത റെസിസ്റ്റൻസ് 22,175 ആണ് റെസിസ്റ്റൻസ് വരുന്നത്. 175 200 എന്ന് പറയുന്ന 22,200 എന്ന് പറയുന്ന റേഞ്ച് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇതനുസരിച്ച് നിഫ്റ്റിനെ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഇൻട്രാഡേയിൽ തന്നെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിഫ്റ്റിനെ മാനേജ് ചെയ്യാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയിൽ നിന്നത്തെ ഒരു വർക്കിംഗ് നോക്കുക. എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിന്റെ ബാങ്ക് നിഫ്റ്റിയും എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിന്റെ താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് തന്നെ ഇത് നമ്മൾ ഇന്നലെ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ് 46,710. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ 46,710 710 ഒരു മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈമിലെ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി യൂട്ടിലൈസ് ചെയ്യുക. ഈ കേസ് ഇതിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സിന് തന്നെയാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ലോവർ ലെവലിൽ ഇനി അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 46,350 സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 46,150 സപ്പോർട്ടാണ്. ഇത് ശ്രദ്ധിക്കുക. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈക്കാണ് സാധ്യത കൂടുതൽ. മാർക്കറ്റിന്റെ ഒരു വോളറ്റാലിറ്റിക്കാണ് സാധ്യത കൂടുതൽ. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ഷോർട്ട്സിന് മാത്രം ഇമ്പോർട്ടന്റ് കൊടുക്കുക. ബൈക്ക് ഇമ്പോർട്ടന്റ് നൽകണമെങ്കിൽ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ സപ്പോർട്ടിന് ബൈ കിട്ടിയാലാണ് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകേണ്ടത്. ബാങ്ക് നിഫ്റ്റി ആയാലും അതിനുശേഷം സപ്പോർട്ട് കാണുന്നത് 45,900 ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് വരുന്നത്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ആയാലും അതുപോലെ തന്നെ ഹയർ ലെവലിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് തന്നെ വർക്കൗട്ട് ചെയ്യുക. 46,710 മുകളിൽ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 47,050 ആണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 46,710 മുകളിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം 710 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലും വീക്ക്നെസ് ആണ് വരുന്നത്. കാരണം അത് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് റെസിസ്റ്റൻസുകളാണ് നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ വോളറ്റൈൽ സപ്പോർട്ട് റെസിസ്റ്റൻസുകളും ഇതേ രീതിയിൽ നമ്മൾ അത് മാനേജ് ചെയ്യാൻ ആയിട്ടുള്ള രീതിയിൽ പറയും. എപ്പോഴും നമുക്ക് പറയുന്ന ഒരു ട്രേഡിംഗ് പ്ലാനുകൾ കൂടി ശ്രദ്ധിക്കുക. അതനുസരിച്ച് ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.